അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പേട്രിയറ്റ് സിനിമ കണ്ടു. ഓവറോൾ സിംപിളി പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിതിൽ വർക്കൗട്ട് ആവാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള സ്പൈവെയർ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങളെക്കുറിച്ച് കൂടി ഞാനിതിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ സിനിമ എനിക്ക് പ്രധാനമായിട്ട് ഇഷ്ടപ്പെടാനുള്ള രണ്ട് കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ തീം സെലക്ഷൻ, രണ്ട് ഇതിൻ്റെ മേക്കിംഗ്. എനിവേ ഇതൊരു സെമി സ്പോയിലർ റിവ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതനുസരിച്ചിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല, സ്പോയിലർ വലിയ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ സിനിമ കണ്ടതിന് ശേഷം മാത്രം കാണുക. സ്റ്റോറി വൈസ് എനിക്കിതിൻ്റെ ആ ഒരു തീം സെലക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സ്പൈവെയർ എന്ന് പറയുന്ന ഒരു സംഭവം, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള, മിലിറ്ററി പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്പൈവെയർ, അതൊരു പ്രൈവറ്റ് ഫേമിന് കൈമാറുകയും അവിടെ നിന്ന് ആ പ്രൈവറ്റ് ഫേം സാധാരണ ജനങ്ങളെ വരെ ഒബ്സർവ് ചെയ്യുന്ന രീതിയിലേക്ക്, സ്പൈ ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു ആപ്ലിക്കേഷനെ യൂസ് ചെയ്യുന്നതും, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റും ഒക്കെയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ പോരാടുന്ന ആളാണ് നമ്മുടെ നായകൻ. സ്വാഭാവികം ഈ സിനിമ ആക്ച്വലി പല രീതിയിൽ പറയാൻ പറ്റും, പല തരത്തിലുള്ള സ്റ്റോറി ടെല്ലിങ് ഇതിൽ പോസിബിളാണ്. ഇപ്പോൾ ഇതിൽ നായകൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്, പക്ഷേ പുള്ളിക്കാരൻ ഒരു വിസിൽ ബ്ലോവറായിട്ട് മാറുന്നു. അതിനുശേഷം യൂട്യൂബിലൂടെ ഇതിനെതിരെ പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ ഇത് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം അങ്ങനെയൊക്കെ യൂട്യൂബ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രാജ്യസുരക്ഷയുടെ പേരും പറഞ്ഞാൽ ചാനൽ തന്നെ പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാരിയോയിൽ ഇത് പോസിബിൾ അല്ല. ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. കാരണം നമ്മുടെ ലോകത്തിൽ തന്നെ പല സിറ്റുവേഷനിൽ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിസിൽ ബ്ലോവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അവർ പലതരത്തിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു മാറ്റം അതുകൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഈ ലോകത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് കോർപ്പറേറ്റ്സിനും ഗവൺമെൻറ്റ്സിനും ഒക്കെ കഴിയും എന്നുള്ളൊരു വസ്തുത നമുക്ക് മറച്ചു പിടിക്കാൻ പറ്റില്ല. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആണ് ആക്ച്വലി എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്. അതിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ കുറേ കൂടി ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലേക്ക് നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് വളരെയധികം ടിപ്പിക്കലായിട്ടുള്ള, ക്ലീഷേഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് സിനിമ സെക്കൻഡ് ഹാഫിൽ പോകുന്നത്. മഹേഷ് നാരായണൻ്റെ തന്നെ സി യു സൂൺ, ടേക്ക് ഓഫ് പോലെയുള്ള ഒരു പാറ്റേൺ, ആ ഒരു ടേസ്റ്റ് ഈ ഒരു സിനിമയ്ക്കും വളരെയധികം ഉണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ കുറച്ചുകൂടി ഒരു ടേക്ക് ഓഫ് ലെവൽ സിനിമയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ആ ലെവലിലേക്ക് പേട്രിയറ്റ് എത്തിയില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യേണ്ട സെനാരിയോ ആർക്കും അങ്ങനെ പ്രത്യേകിച്ചില്ല. മമ്മൂക്കയാണ് ലീഡ് ചെയ്യുന്നത്. മമ്മൂക്കയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് നല്ലതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയുടെ സൗണ്ട്, ആ ഡയലോഗ് ഡെലിവറി, അതൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ഒരു ഇമ്പം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് റിയലി ഗുഡ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. രേവതി ഉൾപ്പെടെ ഇതിൽ വളരെയധികം കുഞ്ഞ് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുള്ള പലരും നന്നായിട്ട് തന്നെ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സെറിൻ്റെ പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ സട്ടിലാണ്, ബട്ട് ഷീ കെപ്റ്റ് ടു ദ ക്യാരക്ടർ. അത് വളരെ കണ്ടൻ്റായിട്ട് നല്ല രസമായിട്ട് തന്നെ പുള്ളിക്കാരി മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രീനിൽ എന്നെ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്ത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത പെർഫോമൻസ് എന്ന് പറയുന്നത് ഫഹദിൻ്റെ തന്നെയാണ്. പുള്ളിക്കാരൻ ഉണ്ടായിരുന്ന ആ ഒരു ടൈം ശരിക്കും ഫഹദ് ക്യാച്ച് ചെയ്തു. സിനിമയുടെ സ്ട്രോങ് പോയിന്റ് ഇതിൻ്റെ മേക്കിംഗ് ആണ്, പ്രത്യേകിച്ച് വിഷ്വൽ. ഇതിൽ VFX, ഗ്രാഫിക്സ്, അനിമേഷൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. ഹോളിവുഡ് ലെവൽ ക്വാളിറ്റി നമുക്കതിൽ കാണാൻ പറ്റും. എസ്പെഷ്യലി ഇതിലൊരു ഫ്ലൈറ്റ് സീക്വൻസ് ഉണ്ട്, മിഗ് ഫ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീനുണ്ട്. അത് അതിഗംഭീരം എന്ന് വെച്ചാൽ നമ്മളിപ്പം സിമിലർ ലെവലിൽ ഞാൻ തമിഴിലും മറ്റും സിനിമകളും കണ്ടിട്ടുണ്ട്. അത് വളരെയധികം എനിക്ക് ശോകമായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ അവരത് ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയണം. അത് ത്രൂ ഔട്ട് സിനിമയിൽ അവർ കീപ്പ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്, ആ ഒരു വിഷ്വൽ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ, ആ ഒരു വർക്ക് അടിപൊളിയായിരുന്നു. നല്ല വിഷ്വൽസാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കളറിങ് അല്ലെങ്കിൽ കളർ ഗ്രേഡിംഗ് ആണ്. ഓരോ സീനിനും, ഓരോ സെനാരിയോയ്ക്കും, ഓരോ സിറ്റുവേഷനും, ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു കളറിങ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സീനിൽ നമ്മളവിടെ ഉണ്ട് എന്നൊരു ഫീല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ വിഷ്വലിന് സാധിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ മേക്കിംഗ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ സൗണ്ട്, മ്യൂസിക് നല്ല രസമായിരുന്നു. സോങ് എനിക്ക് അത്ര ക്യാച്ച് ചെയ്യില്ല, ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സീനിനനുസരിച്ച് ആപ്റ്റായിരുന്നു. മേക്കിംഗ് ക്വാളിറ്റി, ആ ഒരു അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള ടീം, ആർട്ട് ടീം ആയിക്കോട്ടെ, എല്ലാവരും നന്നായിട്ട് ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ബോർഡിയും ഫീൽ ചെയ്യുന്നില്ല. സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അറിഞ്ഞൊരു കാര്യമാണ്, മമ്മൂക്കയും ലാലേട്ടനും ഈ സിനിമയിൽ ഒരു കോംബോ ഉണ്ട്. അത് സിനിമയുടെ മാർക്കറ്റിങ്ങിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. മമ്മൂക്ക ലാലേട്ടൻ കോംബോ, അവർ ഒരുമിക്കുന്ന സിനിമ, രണ്ടുപേരുടെ മാസ് പ്രകടനങ്ങളായിരിക്കണം മേ ബി ആൾക്കാർ എക്സ്പെക്ട് ചെയ്തത്. അത് സിനിമയുടെ ആ ഒരു
തിയേറ്റർ പെർഫോമൻസിൽ നമുക്ക് വിസിബിളാണ്. പല സിറ്റുവേഷൻസ് ആൻഡ് സെനാരിയോസ് ഒക്കെ ആണെങ്കിലും റിയലിസം അവർ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതല്ല, അതിനൊക്കെ ഒരു റീസൺ വേണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഘടകം വേണം. അത് ഇവർ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് റിയലി അപ്രിഷ്യേറ്റബിൾ. പിന്നെ എനിക്ക് ലാലേട്ടൻ്റെ ഫൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ടൈമിങ്, അതായത് ഒരു കുറച്ച് നേരത്തേക്കാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടൈമിങ് അങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുമല്ലോ, അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ സിനിമയിൽ സട്ടിലായിട്ട് കുറേ കാര്യങ്ങൾ അവർ കാണിച്ചു പോകുന്നുണ്ട്. പാകിസ്ഥാനി മുദ്രകുത്തൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ട്. സിനിമയുടെ ആദ്യം ഈ പറഞ്ഞ സ്പൈവെയർ ഒരു നാഷണൽ ത്രെട്ടായിട്ടാണ് വരുന്നത്. പക്ഷെ പിന്നീട് അത് കഥാപാത്രങ്ങളിലേക്ക് ചുരുങ്ങുന്നു, അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിലേക്ക് ചുരുങ്ങുന്നു. അവസാനം വരുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് നീതി കിട്ടുന്നത് പോലെ നമുക്ക് കാണിക്കുന്നത്. പക്ഷേ ആക്ച്വലി അവിടെ ഇഷ്യൂ സോൾവ് ആയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുന്നു. പ്രത്യേകിച്ച് ഒരു കമ്പനി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുകാർ തല്ലിപ്പൊട്ടിക്കും, പക്ഷേ അവിടെ ഒരു എഡ്യൂക്കേഷൻ സംഭവിക്കുന്നില്ല. ഒരു കമ്പനി നശിപ്പിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ഈ ഒരു ഇഷ്യൂ സോൾവ് ആവുന്നുണ്ടോ? ആക്ച്വലി ഈ ഒരു സോഫ്റ്റ്വെയർ അവസാനിക്കുന്നുണ്ടോ? നമുക്ക് പെരിസ്കോപ്പിനെ കുറിച്ച് സംസാരിക്കാം. പെരിസ്കോപ്പ് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് പെഗാസസ് എന്ന് പറയുന്ന ഒരു സ്പൈവെയറിൽ നിന്നാണ്. ഒരു ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേമാണ് പെഗാസസ് എന്ന് പറയുന്ന സ്പൈവെയർ അവർ കണ്ടുപിടിച്ചത്. അവരും ഈ പറഞ്ഞതുപോലെ തന്നെ മിലിറ്ററി പർപ്പസിന് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ബട്ട് അവരത് അവരുടെ 500-ലധികം ക്ലയൻസിന് മറിച്ചു കൊടുക്കുകയുണ്ടായി. ദാറ്റ് ഇൻക്ലൂഡ്സ് ഗവൺമെൻറ്റ്സ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കമ്പനീസ്, പിന്നെ മാർക്കറ്റിംഗ് കമ്പനീസ്, ബിസിനസ്, വലിയ കോർപ്പറേഷൻസ്, ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു സ്പൈവെയർ ഈ പറഞ്ഞ ഫേം നൽകി. ആൾക്കാരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ഏജൻസികളും ഇത് യൂസ് ചെയ്തു എന്നുള്ളതാണ്, ഇൻക്ലൂഡിങ് ഗവൺമെൻറ്റ്സ്. ഈവൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പേരും അതിൽ പെട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ട് അവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുന്നതിന്, ജേർണലിസ്റ്റുകളെ സ്പൈ ചെയ്യുന്നതിന്, ആക്ടിവിസ്റ്റുകളെ സ്പൈ ചെയ്യുന്നതിന് എന്ന് തുടങ്ങി കോമൺ പേഴ്സണെ വരെ സ്പൈ ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. പിന്നീട് ഇത് പുറത്തു വരികയും അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഓൾറെഡി നമുക്ക് ന്യൂസൊക്കെ കേട്ടറിയാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. എനിവേ, പെഗാസസ് എന്ന് പറയുന്നത് ആക്ച്വലി നാഷണൽ ത്രെട്ടും അല്ല, ഇറ്റ്സ് ഇൻ്റർനാഷണൽ ലെവൽ ഒരു ത്രെട്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. പ്രൈവസിയെക്കുറിച്ച് ഞാൻ ബോധേഡല്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഓൾറെഡി ആൾക്കാർ കളക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്ക് അത്ര വലിയ സീക്രട്ടൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. സിംപ്ലി പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ ധൈര്യത്തോടെ കംപ്ലീറ്റ്ലി ഏൽപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. സ്പൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്ന ഒരു സംഭവം പ്രശ്നം തന്നെയാണ്. ശരിയാണ്, ഫോൺ നമ്മളെ ഫുൾ ടൈം സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അത് യൂസേഴ്സിന് സർവീസുകൾ കൊടുക്കുന്നതിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ അവർ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങളുടെ ടൈം ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്തു എന്നുള്ളത് ഗൂഗിൾ മാപ്പ് റെക്കോർഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടാത്തിടത്തോളം നമ്മൾ സേഫാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സ്പൈവെയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്നിക്കലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എക്സ്പേർട്സിൻ്റെ ഹെൽപ്പ് നേടേണ്ടി വരും എന്നുള്ളതാണ് ഫാക്ട്. നിങ്ങളുടെ ഫോണിലേക്ക് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അതായത് പുറത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്രാക്ക്ഡ് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള സ്പൈവെയർസ് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ബാങ്കിൻ്റെയും മറ്റും വാർണിങ്സ് ഉണ്ടല്ലോ, നമുക്കറിയാത്ത ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക സംഭവങ്ങളൊക്കെ. കാരണം നമ്മുടെ ബാങ്കിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ എനിവേ, ഇതെല്ലാം നല്ല രീതിയിൽ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് സ്പൈവേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേ പേർക്കെങ്കിലും ഇത് ഇൻഫർമേറ്റീവ് ആയിരിക്കും. പിന്നെ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള മറ്റൊരു സംഭവമാണ് മോഴ്സ് കോഡ്. നമ്മുടെ ലാലേട്ടൻ കണ്ണ് ചിമ്മിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ഒരു സംഭവങ്ങളൊക്കെ റിയൽ ആയിട്ട് ഉള്ളത് തന്നെയാണ്. മിലിറ്ററിയിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. മിലിറ്ററിയിൽ മാത്രമല്ല, ഈവൻ നമ്മൾക്കാണെങ്കിലും സിവിലിയൻസിലാണെങ്കിലും ഈ ഒരു മെത്തേഡ് പഠിക്കുന്നത് വളരെയധികം നല്ലതാണ്. അറ്റ്ലീസ്റ്റ് SOS, അതായത് ഒരു എമർജൻസി സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് SOS.
ഇത് മോഴ്സ് കോഡ് വഴി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു എമർജൻസി ഘട്ടത്തിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പല രീതിയിൽ ചെയ്യാം. ഈ പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ടോർച്ചൊക്കെ ഇങ്ങനെ അടിക്കുമ്പോഴും SOS ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് അതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ പറ്റും. നമ്മുടെ ഫോണിലുണ്ട് ഈ ഒരു SOS സംവിധാനം എന്ന് പറയുന്നത്. അത് പലപ്പോഴും കോളാണ്, എമർജൻസി സർവീസിലേക്കുള്ള കോളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും അവൈലബിൾ അല്ലാത്തൊരു ഘട്ടത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിനായിട്ട് ഈ പറഞ്ഞ മോഴ്സ് കോഡ് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു എക്സ്ട്രീം സ്പോയിലർ എന്നാലും കുഴപ്പമില്ല. സിനിമയുടെ അവസാനം മമ്മൂക്കയുടെ ഒരു നടത്തമുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. ഓക്കെ, എനിവേ പേട്രിയറ്റ് കണ്ട ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.